അയ്യോ വണക്കം. അഖിൽ മാരാർ ആണ് അഖിൽ കോട്ടാത്തലയാണ്. അതേ അഖിൽ രാജാണ്. പേരിൽ തന്നെ പല നിലപാടുള്ളൊരു വ്യക്തിയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എന്തായിരുന്നാലും ഈ വീഡിയോ അഖിൽ മാരാറിന് എതിരായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല. അഖിൽ മാരാർക്ക് എതിരായിട്ടുള്ള ഒരാളുമല്ല ഞാൻ. എന്നാൽ അഖിൽ മാരാർക്ക് ഞാൻ അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ അനുകൂലവുമല്ല എന്നുള്ളതാണ്. നമ്മുടെ ഈ പഞ്ചാബി ഹൗസിൽ രമണം പറയുന്നത് പോലെ വേണ്ട, അവനെ അകത്തു വിടണ്ട, പുറത്തു വിടണ്ട, അവനെ പഠിക്കൽ നിന്നോട്ടെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഞാൻ അത് മാറ്റിക്കൊണ്ടിരിക്കും. കാരണം ഈ വീഡിയോ അഖിൽ മാരാറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം 24 ന്യൂസിലെ ഹഷ്മി താജ് ഇബ്രാഹിം, മൊട്ട അരുണാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്, ഹഷ്മി താജ് ഇബ്രാഹിം നടത്തുന്ന ജനകീയ കോടതി എന്ന പരിപാടിയിൽ അഖിൽ മാരാർ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും അഖിൽ മാരാറിൻ്റെ മാർക്കറ്റ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ വളരെ അധികം ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആൾ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലൈം ലൈറ്റിൽ നിന്നാൽ മാത്രം, അത് എന്ത് ചെയ്തിട്ടായിരുന്നാലും, ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടിലും നല്ല ലുലു മാളിൽ പോയി തുണി പൊക്കി കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ അഖിൽ മാരാർ സമൂഹത്തിന് മുമ്പിൽ, സമൂഹത്തിൽ ലൈം ലൈറ്റിൽ നിൽക്കാനായിട്ട് തുണി പൊക്കി കാണിക്കാനും മടിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ലൈം ലൈറ്റിൽ നിന്നാൽ മതി, എങ്ങനെയെങ്കിലും ലൈം ലൈറ്റിൽ നിന്നാൽ മതി എന്നുള്ളതാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ലൈം ലൈറ്റിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിറയെ ഉദ്ഘാടനങ്ങൾ വരും. ഇൻസ്റ്റാഗ്രാമിലൊരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു 1.5 കോടി രൂപ എൻ്റെ കയ്യിലോട്ട് പോരും എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ അവിടെ നിൽക്കുമെന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യുക, ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് അഖിൽ മാരാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഹഷ്മിയുടെ ജനകീയ കോടതിയിൽ അഖിൽ മാരാർ വന്നിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ 2020 നിന്ന് മത്സരിച്ച് പൊട്ടി പാളീസായി കഴിഞ്ഞ ശേഷം അഖിൽ മാരാർ പങ്കെടുക്കുന്ന ആദ്യത്തെ സാറ്റലൈറ്റ് ചാനലിലെ ഒരു പരിപാടിയാണ് ജനകീയ കോടതി എന്ന് പറയുന്നത്. അതിലേക്ക് അഖിൽ മാരാർ വന്നു കഴിഞ്ഞ ശേഷം അഖിൽ മാരാറിനോട് ഹാഷ്മി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം കേട്ട് അഖിൽ മാരാർ അവിടെ കിടന്ന് മെഴുകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. വിഷമത്തോടു കൂടി പറയുക, മെഴുകി. അണ്ണൻ മെഴുകിയെന്ന് മാത്രമല്ല, അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അണ്ണന് കഴിഞ്ഞ അവസാനം മനസ്സിലാവാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടുകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ അഖിൽ മാരാർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല എന്നുള്ളതാണ്, അല്ലാതെ വേറൊരു കാര്യവുമില്ല. ഈ അഖിൽ മാരാറിനെ ഞാൻ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഈ അഖിൽ മാരാർ വളരെ രസകരമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇയാൾ ആദ്യം ഒരു സംഘിയാണ് എന്നാണ് സംഘി കുട്ടന്മാരെല്ലാം വിചാരിച്ചിരുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സുഹൃത്തിനെ ഈ പുള്ളിക്കാരൻ വിളിക്കുമായിരുന്നു. ഈ പുള്ളിക്കാരൻ വിളിച്ചിട്ട് ഈ താത്വിക അവലോകനം എന്ന് പറഞ്ഞൊരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്, ആ സിനിമ ഞാൻ ചെയ്യുന്ന എനിക്ക് ഒരു അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ, അതായത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജോ, ഒരു ഫേസ്ബുക്ക് പേജെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ് അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരണമെന്ന് പറയുകയും ഇവൻ എന്ത് ചെയ്തു, ആ താത്വിക അവലോകനത്തിൻ്റെ ആ ടീസറും ട്രെയിലറും അങ്ങനെയുള്ള ചെറിയ ഈ കട്ട് പ്രൊമോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിന് ഞാൻ വരെ വിചാരിച്ചു പോയി, ഇതൊരു സംഘി പടമാണല്ലോ. കാരണം അതിനകത്ത് നമ്മൾ കാണുന്നത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംഘികളെ പുകഴ്ത്തി പറയുക, ഇനി ഇവിടെ കൂടെ വിരിയാൻ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയും. ഇതൊക്കെ കാണുമ്പം ഏതൊരു സംഘിക്കും തോന്നും അളിയ സംഘി പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ സിനിമ പ്രൊമോട്ട് ചെയ്ത് സിനിമ ഇറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള സംഘികൾക്ക് മനസ്സിലായത്, അതായത് ഇത് സംഘികളെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമയല്ല, സംഘികളെ ഊടുപാട് ഊക്കുന്ന ഒരു സിനിമയാണ് എന്ന് മനസ്സിലായത്. അതിനുശേഷം ഈ വ്യക്തി, അതായത് ഇത് പ്രൊമോട്ട് ചെയ്തല്ലോ, ഈ ജസ്റ്റ് ഈ ഫോട്ടോ ഇട്ടല്ലോ, അവൻ എന്നോട് പറഞ്ഞത്, അണ്ണ ഞാൻ ആദ്യം വിചാരിച്ച് ഈ പടം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂലമായിരിക്കുന്നു, പക്ഷേ അങ്ങനെ അല്ലണ്ണ, ഇത് ഭയങ്കര ഒരു തേപ്പായിപ്പോയി എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അയാളുടെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എന്ത് തന്നെയായിരുന്നാലും അപ്പോൾ അങ്ങനെ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ലൈം ലൈറ്റിലേക്ക് വരുന്നു. അങ്ങനെ ലൈം ലൈറ്റിലേക്ക് വരുന്ന അഖിൽ മാരാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആവുന്നത് അശ്വന്ത് കോക്കുമായിട്ടുള്ള അഖിൽ മാരാറുടെ ക്ലാഷ് വഴിയാണ്. അശ്വന്ത് കോക്കിന് അന്ന് തന്നെ നല്ല ഫാൻസ് ഉണ്ട്. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന സിനിമ റിവ്യൂ. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ കേട്ടിട്ട് സിനിമയ്ക്ക് പോകാത്ത ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഇൻഫ്ലുവൻസറാണ്, സിനിമ ഇൻഫ്ലുവൻസറാണ്. അതായത് ഒരു സിനിമയെ തകർക്കാനും അതിനെ വളർത്താനും അത്യാവശ്യം കെൽപ്പുള്ള ഒരു വ്യക്തിയാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അശ്വന്ത് കോക്കിനെ നേരിടാനായിട്ട് സിനിമാക്കാർ ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞ വ്യക്തിയെ നൂലിൽ കെട്ടിയിറക്കി. അങ്ങനെ നൂലിൽ കെട്ടിയിറക്കി അതിനുശേഷം ഈ അഖിൽ മാരാർ ഒരു പടമൊക്കെ സംവിധാനം ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ സീക്രട്ട് ഏജൻറ്റിലേക്കായി അഖിൽ മാരാറുടെ യുദ്ധം എന്ന് പറയുന്നത്. സീക്രട്ട് ഏജൻറ്റും അഖിൽ മാരാറും കൂടെ ജനൻ ടി വിയിൽ ഒരു ചർച്ചയിൽ വന്നിരുന്നു. അഖിൽ മാരാർ സീക്രട്ട് ഏജൻറ്റിനെ തേച്ചൊട്ടിച്ച് വിട്ടു. ആ ക്ലിപ്പൊക്കെ അന്ന് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ അഖിൽ മാരാർ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നു അഖിൽ മാരാർ കൊടുത്ത ഇൻ്റർവ്യൂ കൗമുദി ടി വിയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ അല്ല. അപ്പോൾ അഖിൽ മാരാർ കൊടുത്ത ഇൻ്റർവ്യൂവിൽ അഖിൽ മാരാർ പറയുന്നൊരു കാര്യമുണ്ട്, നല്ലപോലെ ആർട്ടിക്കുലേറ്ററി സ്കില്ല്
സ്കില്ലുണ്ട് അഖിൽ മാരാർക്ക്. അതായത് ഒരു കാര്യം എങ്ങനെയാണ് ജനങ്ങളുടെ മണ്ടയിലേക്ക് എത്തിച്ച് അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് അഖിൽ മാരാർക്ക് അറിയാം. അഖിൽ മാരാർ അതിനകത്ത് പറയുന്നൊരു കാര്യം, ബിഗ് ബോസിൽ പോകുമെന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഞാൻ ലുലു മാളിൽ പോയി തുണി നോക്കി കാണിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ ഊടുപാടും പുച്ഛിച്ച അഖിൽ മാരാറെ പിന്നെ മലയാളി കാണുന്നത് ബിഗ് ബോസിൻ്റെ വേദിയിലാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അണ്ണൻ ബിഗ് ബോസ് വഴി മാത്രമാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ബിഗ് ബോസിൻ്റെ വേദിയിൽ അണ്ണനെ അവിടെ കാണുന്നു. പിന്നെ അണ്ണനെ പറയാനായിട്ട് അതിനകത്ത് ഒരുപാട് ന്യായീകരണങ്ങളുണ്ടായിരിക്കുക. ഞാൻ ആത്മഹത്യയുടെ വക്കിലായിരുന്നു, 10,000 രൂപ പോലും എന്ന് എനിക്ക് എടുക്കാനില്ലായിരുന്നു, പക്ഷേ ബിഗ് ബോസിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ ഭയങ്കര പണക്കാരനായി, കൊടീഷനിലായി എന്നൊക്കെ പറയാനുള്ള ഒരുപാട് ന്യായങ്ങൾ അണ്ണനുണ്ടായിരിക്കും. അതൊക്കെ പുള്ളിയുടെ ന്യായങ്ങളാണ്. പക്ഷേ ഇത് കണ്ടു നിൽക്കുന്ന ഒരാളുണ്ട്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. ആ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു നിലപാട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു. നിങ്ങളുടെ ഭാര്യയുടെ മക്കളുടെ മുമ്പിലല്ല നിങ്ങൾ ഈ നിലപാട് വയ്ക്കുന്നത്. അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോയില്ലെങ്കിൽ അവർ കളിയാക്കും. അത് 2 വാക്കിലങ്ങ് നിൽക്കും. പക്ഷേ ജനങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് ബിഗ് ബോസിൽ അവിടെ കയറി ചെന്ന് പറഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ തൊലി വരെ ഉരിഞ്ഞ് പറഞ്ഞു പോയി. ഈ താത്വികമായിട്ടുള്ളൊരു അവലോകനം സിനിമ ചെയ്ത അഖിൽ മാരാർ ഞാൻ ഒരു വലിയ ഡയറക്ടറാണ് എന്ന് പറഞ്ഞ് കയറി പോവുകയാണ്. അങ്ങനെ കയറിപ്പോയിട്ട് മോഹൻലാലിനോട് പറയുകയാണ്, ലാലേട്ടൻ ഞാൻ ബിഗ് ബോസിൽ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ലാലേട്ടൻ എന്നെ വഴക്ക് പറയണം. ഞാനൊരു ഡയറക്ടറാണ് എന്ന് ലാലേട്ടനൊരു തോന്നലുണ്ടാവാൻ പാടില്ല. എന്നെ വഴക്ക് പറയണം ലാലേട്ടൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. വേറൊരു അഖിൽ മാരാറുടെ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ട ഒരു സാധനമുണ്ട്. ഇയാൾ ഈ ഓടി നടന്ന് ഇൻ്റർവ്യൂ കൊടുക്കും ആൾക്കാർക്ക്. ബേസിക്കലി പുള്ളി ഒരു പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പുള്ളി ഒരു ബുദ്ധി രാക്ഷസനാണ്. ഈ നിലപാട് ഒരിടത്ത് ഇങ്ങനെ പറയുക, വേറൊരു സ്ഥലത്ത് പോയി മാറ്റി പറയുക, അങ്ങനെ എന്തുകൊണ്ട് മാറ്റി പറഞ്ഞു എന്ന് ചോദിക്കാനായിട്ട് വേറൊരാൾ ഇൻ്റർവ്യൂവിന് വിളിക്കുക. അങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഈ 1 ലക്ഷം രൂപയും 1.5 ലക്ഷം രൂപയും GST ഒക്കെയാണ് പുള്ളി ഇൻ്റർവ്യൂവിനായിട്ട് മേടിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊരു പ്രമുഖ ചാനലിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ഈ അഖിൽ മാരാറിനെ ഇൻ്റർവ്യൂ നടത്താനായിട്ട് എനിക്കൊരു ആഗ്രഹം. അപ്പം ഞാൻ പുള്ളിയെ ഒന്ന് വിളിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ എനിക്ക് പുള്ളിയുടെ ഇൻ്റർവ്യൂ വിളിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. ആ സമയത്ത് ഞാൻ പുള്ളി തന്നെ പറയുന്ന ഒരു ക്ലിപ്പ് എനിക്കൊരാൾ അയച്ചു തന്നു. 1.5 ലക്ഷം രൂപയും GSTയുമാണ് പുള്ളിയുടെ ഇൻ്റർവ്യൂവിന് പുള്ളി മേടിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ അഖിൽ മാരാറുടെ ഇൻ്റർവ്യൂ ഒരു ചാനലിൽ വരുമ്പോൾ ആ ചാനലിലുള്ള ആൾക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അതിൽ നിന്ന് ഒരു 1.5 ലക്ഷം രൂപ എടുത്ത് അഖിൽ മാരാർക്ക് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം വഴിയാണല്ലോ അത് സബ്സ്ക്രൈബേഴ്സ് കയറും, റീച്ച് കൂടും, അങ്ങനെ പല ഗുണങ്ങളും അവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. അതുവഴി അവർക്ക് പ്രൊമോഷൻസ് വരും, കൊളാബ് വരും, അങ്ങനെ പല കാര്യങ്ങളും വരും. അപ്പോൾ അതിലും തെറ്റൊന്നുമില്ല. അത് അഖിൽ മാരാർ നടത്തിയ നല്ലൊരു മൂവ് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു വന്നത് ഈ അഖിൽ മാരാർ അതുപോലെ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടത്, അതായത് സമൂഹത്തിൽ നമുക്ക് ഫേമസ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലൈം ലൈറ്റിൽ നിൽക്കണമെങ്കിൽ ഇയാൾ ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ ക്രിക്കറ്റ് കളിച്ചൊരു ക്രിക്കറ്റർ ആയാലോ എന്ന് അഖിൽ മാരാർ ആലോചിച്ചു. ക്രിക്കറ്റ് പോരാ. കാരണം ക്രിക്കറ്റിലുള്ളവരൊക്കെ 10, 35, 38 വയസ്സാകുമ്പോൾ വിരമിക്കും. പിന്നെ അവർക്ക് ഭാവിയില്ല. അതാണ് ക്രിക്കറ്റിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത്. സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വയസ്സ് കൂടുന്തോറും സിനിമയിൽ നമുക്ക് മാർക്കറ്റ് കൂടി വരും എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. പിന്നെ നമ്മളെ വയസ്സ് കൂടുന്തോറും നമുക്ക് മാർക്കറ്റ് കൂടി വരുന്ന വേറൊരു സംഭവമാണ് രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ്. അതുകൊണ്ട് ഈ 2 സാധനങ്ങളിൽ ഏതെങ്കിലും പിടിക്കാം, നമ്മുടെ ലൈഫ് സെക്യൂർ ആവും എന്നാണ് അഖിൽ മാരാർ അന്ന് പറഞ്ഞിരുന്നത്. ഈ ലൈഫ് സെക്യൂർ ആവും എന്നുള്ളത് അഖിൽ മാരാറിൻ്റെ ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന അന്തർലീനമായിട്ടുള്ള ആ സാധനത്തിനെ ഞാൻ ചീന്തിയെടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് അഖിൽ മാരാർ സമാനമായിട്ടുള്ള രീതിയിൽ അഖിൽ മാരാർ സിനിമ എടുത്തപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇയാൾക്ക് സിനിമ എടുക്കാൻ അറിയില്ല. അഭിനയത്തിൽ ഒന്ന് പയറ്റി നോക്കി, അപ്പോഴും മനസ്സിലായി അഭിനയിക്കാനും അറിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്സ് ഇറങ്ങി കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ കോൺഗ്രസിൻ്റെ വക്താവായി. അപ്പോൾ തന്നെ 100 നിലപാടുണ്ട്, 100 ട്രോളുകളുമുണ്ട്. പക്ഷേ അപ്പോഴും അഖിൽ മാരാർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. കാരണം ബിഗ് ബോസിൽ പോയി പുള്ളി വളരെ മികച്ച രീതിയിലാണ് ബിഗ് ബോസിൽ പെർഫോം ചെയ്തത്. അതിൽ എനിക്കൊരു തർക്കമില്ല. ഞാൻ ആ പരിപാടി കാണാറില്ലെങ്കിലും പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്പുകളും ഈ തഗ് ഡയലോഗുകളും ഒക്കെ നമ്മൾ റീൽസായിട്ട് കിട്ടും. അങ്ങനെ റീൽസായിട്ട് കിട്ടുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു സാധനം എന്ന് പറയുന്നത്, ഈ പുള്ളി മാത്സാണ് പഠിച്ചത്. അപ്പോൾ പുള്ളി മാത്സ് പഠിച്ചത് കൊണ്ട് തന്നെ കണക്കിൽ ഭയങ്കര വിരുദ്ധനാണ് അഖിൽ മാരാർ. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ വളരെ കറക്റ്റാണ്. ബിഗ് ബോസിലും അതാണ് വേണ്ടത്. പോരാത്തതിന് ഇയാൾക്ക് സ്പോർട്സ് ഒക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ കണ്ട ഒരു ക്ലിപ്പിൽ ഇയാളൊരു ഒരു സ്വിമ്മിംഗ് പൂൾ, ആ സ്വിമ്മിംഗ് പൂളിനകത്ത് ഇയാളുടെ പടമുള്ള എന്തോ ഒരു കോയിനോ എന്തോ കിടക്കുന്നു. അത് ഇയാൾ ചാടി മുങ്ങി ഒറ്റ സ്ട്രെച്ചിൽ അത് എടുത്ത് പൊങ്ങി വരുന്നു. അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അഖിൽ മാരാറിനെ. അതുപോലെ ഈ ബിഗ് ബോസിൽ ഞാൻ അതിനു മുമ്പ് റീല് കണ്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ അഡ്മയർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ റീലിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് കൊള്ളാം ആ റീല് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരാളായ അഖിൽ മാരാർ മാറി. ഈ അഖിൽ മാരാർ അങ്ങനെ ബിഗ് ബോസിൽ പോയി. ബിഗ് ബോസിൽ നിന്ന് അയാൾക്കൊരു ഫാൻ ബേസ് ഉണ്ടായി. അറിയാമല്ലോ, ബിഗ് ബോസിൽ ഫാൻ ബേസ് ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിയും വിവരമൊന്നും വേണ്ട. പക്ഷേ ബുദ്ധിയും വിവരവും വെച്ച് ഫാൻ ബേസ് ഉണ്ടാക്കിയത് അഖിൽ മാരാർ. അങ്ങനെ ഫാൻ ബേസ് ഉണ്ടാക്കി. ആ ഫാൻ ബേസിൻ്റെ പശ്ചാത്തലത്തിൽ, കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ പണം ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു വള്ളി ഇട്ട് തരും. ആ വള്ളിയിൽ നിങ്ങൾ അപ്പം പിടിച്ചില്ലെങ്കിൽ എന്താണ്, ആ വള്ളി പിന്നെ കിട്ടില്ല.
പിന്നെ വേറെ എന്തെങ്കിലും വള്ളി നമുക്ക് വരാനായിട്ട് നമുക്ക് കാത്തിരിക്കണം. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ജീവിതം സെക്യൂർ ആക്കാനായിട്ട് ചില സന്ദർഭങ്ങൾ വരുമല്ലോ. അപ്പോൾ അതുപോലെ ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ അഖിൽ മാരാർ ബിഗ് ബോസ് ജയിച്ചു പുറത്തിറങ്ങിയ അഖിൽ മാരാറുടെ മാർക്കറ്റ് വാല്യൂ കൂടി. ഒരു ഇൻ്റർവ്യൂവിന് 1.5 ലക്ഷം, ഒരു കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് 5 ലക്ഷം, അങ്ങനെ പല പരിപാടികളും അഖിൽ മാരാർ നടത്തി. പിന്നെ സോഷ്യൽ മീഡിയ അറിയാലോ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു മായിക ലോകമാണ്. അഖിൽ മാരാർ ഒരു സ്റ്റാറായിട്ട് അഖിൽ മാരാർക്ക് ആരാധകരായ അഖിൽ മാരാർ ഇൻസ്റ്റാഗ്രാമിൽ റീലിടാനും യൂട്യൂബിൽ റീലിടാനൊക്കെ പൈസ വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ അഖിൽ മാരാർ തരക്കേടില്ലാതെ സമ്പാദിച്ച് കുറച്ച് മുന്നിലേക്ക് വരാനായിട്ട് തുടങ്ങി. പിന്നെ അഖിൽ മാരാറുടെ ലുക്കൊക്കെ നമ്മൾ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മ വരുന്നത് ഇതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഒരു മനുഷ്യൻ സാധാരണ ഡ്രസ്സ് ചെയ്യും പോലെ ഡ്രസ്സ് ചെയ്ത് വന്നാൽ മതി. പക്ഷേ ഈ അഖിൽ മാരാറുടെ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോട്ടയം കുഞ്ഞച്ചനിൽ കുഞ്ചം വരുമല്ലോ, പരിഷ്കാരി എന്ന് പറഞ്ഞുകൊണ്ട് 36 ഇഞ്ച് ബെല്ലും ഒരു പാള പാൻറ്റും ഇട്ടുകൊണ്ട് വരുന്ന രീതിയിലാണ്. അത് അഖിൽ മാരാർ അങ്ങനെയാണ് ഡ്രസ്സ് ചെയ്ത് വരുന്നത്. അതും അയാളുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം, നമുക്കറിയാലോ. അതായത് വലിയ പണക്കാരൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. എന്നാൽ പണം ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർ പണത്തെ ആകർഷിക്കാൻ ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ പുറത്തിറങ്ങും. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ബിസിനസ് ഡീലിന് വേണ്ടി പോകുമ്പോൾ നമ്മൾ ഇത്രയൊക്കെ ഡ്രസ്സും കയ്യിൽ ഒരു 10-36 രൂപ വാച്ചൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ അതൊക്കെ അവർ ശ്രദ്ധിക്കും. അവൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നും. 5-6 മോതിരം, ഒരു വലിയ പാള മാല, അതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം ആൾ ഒന്നും ഇല്ലാത്ത ആളല്ല, ഉള്ള ആളാണ് എന്നൊരു തോന്നൽ അങ്ങനെ വരും. അതൊക്കെ എൻ്റെ പിറകിലൊരു സ്ട്രാറ്റജിയാണ്. അങ്ങനെ അഖിൽ മാരാർ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ബിഗ് ബോസ് അറിയാമല്ലോ. ഈ ബിഗ് ബോസിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിൽ വന്ന ആൾക്കാരെല്ലാം പിന്നീട് വിസ്മൃതിയിലാണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അങ്ങനെ വിസ്മൃതിയിലാണ്ട് പോകാൻ അഖിൽ മാരാർ തയ്യാറല്ല. അങ്ങനെ വിസ്മൃതിയിലാണ്ട് പോകാതിരിക്കാനായി നിരന്തരം എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അഖിൽ മാരാർ സോഷ്യൽ മീഡിയയിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ അഖിൽ മാരാർ ഒരു കോൺഗ്രസ്സുകാരനായി സ്വയം അവതരിച്ചു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് സ്വയം അവതരിച്ചു. അങ്ങനെ കോൺഗ്രസ്സുകാരനായ അഖിൽ മാരാർ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സിന് നല്ല മാർക്കറ്റാണ്. കമ്മ്യൂണിസ്റ്റ് ആവാൻ അഖിൽ മാരാറിന് കഴിയില്ല. കാരണം അഖിൽ മാരാർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. പിണറായി സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിൽ കേസൊക്കെ അഖിൽ മാരാറുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് ആകുമ്പോൾ കുഴപ്പമില്ല. കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിംസിൻ്റെ കൂടെ സപ്പോർട്ട് കിട്ടും. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിംസിൻ്റെ കൂടെ സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഒരു സോഷ്യൽ മീഡിയ സ്റ്റാറിന് അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാറിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. അതുവരെ അഖിൽ മാരാറിൻ്റെ പാത്ത് ക്ലിയർ ആയിരുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ വക്താവായി കോൺഗ്രസിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചു. സംഖ്യകളെല്ലാം കൂടെ അടിച്ചണ്ണാക്കി കൊടുത്തു. അതിലൊക്കെ എനിക്ക് അമ്മച്ചിയാണ് വളരെയധികം സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം അഖിൽ മാരാർ കോൺഗ്രസിന് വേണ്ടി വാദിച്ചു. ആ സമയത്ത് ഒരു കാര്യമില്ല, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അഖിൽ മാരാർ വലിയ വാദമായിരുന്നു. അതിൽ രാജ്യദ്രോഹ കേസൊക്കെ എടുത്തു. എന്നിട്ട് സുരേഷ് ഗോപിയാണ് എന്നെ സഹായിക്കാൻ ചെന്നതെന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടാതായപ്പോൾ അഖിൽ മാരാർ ചാടി 2020 പോയ അഖിൽ മാരാർ കിറ്റക്സ് മുതലാളി സാബു ജേക്കബ് നല്ല പൈസയുള്ള വ്യക്തിയാണ്, എന്തെങ്കിലുമൊക്കെ ഊറ്റിയെടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അഖിൽ മാരാർ പോയത് എന്ന് പല ആൾക്കാരും പറയുന്നു. അഖിൽ മാരാറിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതിൽ ഒരു തെറ്റ് പറയാനും പറ്റില്ല. അങ്ങനെ അഖിൽ മാരാർ 2020 പോയി. 2020 നല്ല ഭംഗിയായിട്ട് പൊട്ടി. അവിടെ നിന്ന് അഖിൽ മാരാർ ഇപ്പോൾ ജനകീയ കോടതി വന്നിരിക്കുന്ന അഖിൽ മാരാറിനോട് ഹാഷ്മി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിൻ്റെ നിലപാടെന്താണ്? അതാണ് പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്. എന്താണ് നിലപാട്? ഞാനൊരു യുവമോർച്ചക്കാരനായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് അപ്പോൾ BJPയുടെ കൂടെയായിരുന്നു. എന്നാൽ പൈസ തരുന്നത് 2020 അതുകൊണ്ട് എന്തുകൊണ്ട് 2020 കൂടെ നിന്നുകൂടാ? ഇങ്ങനെയൊക്കെ നിലപാട് പറഞ്ഞാൽ പിന്നെ ജനങ്ങൾ വലിച്ചു കീറി ഒട്ടിക്കൂലേ? ഈ അഖിൽ മാരാറിൻ്റെ നിലവിലത്തെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മാർക്കറ്റ് ഇടിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്. പുള്ളി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്, എനിക്ക് 1.5 ലക്ഷം രൂപ തന്നിട്ടാണ് ഞാൻ അഗ്നി പരീക്ഷയിൽ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ NDAയുടെ ഭാഗമായിട്ടുള്ള 2020 അഖിൽ മാരാർ വരുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് അഖിൽ മാരാറിന് നഷ്ടപ്പെടും. ഇനി പഴയ പോലെ ഗൾഫിലോട്ടൊന്നും അങ്ങനെ OCയിൽ പോകാൻ പറ്റത്തില്ല. പോരാത്തതിന് ഈന്തപ്പഴവും ബദാമും അണ്ടിപ്പരിപ്പും കിട്ടുന്നുണ്ടെങ്കിൽ അതിനി കിട്ടത്തില്ല. പോരാത്തതിന് പൊതുവേ ഉള്ളൊരു അക്സെപ്റ്റൻസ് കിട്ടില്ല. ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് കയറി കഴിഞ്ഞാലുണ്ടല്ലോ, അതുവഴിയാണ് ഈ പുള്ളിക്കാരൻ കുറേയൊക്കെ ഉണ്ടാക്കുന്നത്, ജീവിക്കുന്നത്, കൊളാബറേഷൻ അത് ഇതൊക്കെ. അതിനകത്തെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ സുഡാപ്പികളുടെ കൂടാണ്. ഇപ്പോൾ നിലവിൽ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സുഡാപ്പികളുടെ കൂടാണ്. അതായത് സുഡാപ്പികളുടെ കൂടാണെന്ന് പറയുന്നത് അതിനകത്ത് നല്ല രീതിയിൽ ഹൈന്ദവ വിരുദ്ധത ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. അതായത് ചോദ്യം ചെയ്യൽ, ഹിന്ദുക്കളുടെ ആചാരങ്ങളെ ചോദ്യം ചെയ്യുക, ഹിന്ദുക്കളുടെ ദൈവങ്ങളെ ചോദ്യം, അതൊക്കെ ഉണ്ട്. പക്ഷേ അപ്പുറത്ത് ഈ ഉസ്താദുമാരുടെ പേജുകൾ വളരുന്നുണ്ട്, അതിഭീകരമായിട്ട് വളരുന്നുണ്ട്. ഈ ഉസ്താദുമാർ സ്ത്രീകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ്, സ്വർഗ്ഗത്തെക്കുറിച്ച് വിവരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ താഴെ വന്ന് ഈ ജെൻസികളായിട്ടുള്ള സുഡാപ്പി പിള്ളേർ തന്നെ വന്ന് ഭയങ്കരമായിട്ട്
എന്താണ് കമൻറ്റും സൂക്തങ്ങളും ഒക്കെ എഴുതി വയ്ക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അഖിൽ മാരാർ NDAയുടെ ഒരു ഭാഗമായി മത്സരിക്കാനും കൂടെ ഇറങ്ങുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ചോറ്. ആ ചോറ് അവിടെ ഇല്ലാതായി. അപ്പോൾ ആ ചോറില്ലാതായ ചോറ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം. ഇനിയിപ്പോൾ 2020 മത്സരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി 2020 ഒന്നും കിട്ടിയില്ല. അഖിൽ മാരാറിൻ്റെ ഓഡിയോ തന്നെ പുറത്തു വന്നതാണ്. അതായത് അക്കോമഡേഷൻ വേണം. കഴിഞ്ഞ ദിവസം ഈ ഹഷ്മിയുടെ ആ ഒരു ചർച്ചയിലും ആ ഒരു ജനകീയ കോടതിയിലും അഖിൽ മാരാർ പദവി വേണം, എനിക്ക് പദവിയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഊന്നി പറയുന്നൊരു സാഹചര്യം നമുക്കുണ്ട്. അപ്പോൾ പദവിയും കിട്ടിയില്ല. ഈ പദവി എന്ന് പറയുമ്പോൾ ഈ 2020 NDAയുടെ ഘടകകക്ഷി ആയതുകൊണ്ട് തന്നെ ഈ ബോർഡ് മെമ്പർഷിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അങ്ങനെ ബോർഡിലൊക്കെ നമ്മൾ കയറി പറ്റി കഴിഞ്ഞാൽ ഒരു മാസം 1.5 ലക്ഷം രൂപയൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഒരു മാസം 1.5 ലക്ഷം രൂപ ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നെഴുതിയ ഒരു കാറ് കിട്ടും, പെട്രോൾ ഫ്രീ ആണ്, അങ്ങനെ പല ആനുകൂല്യങ്ങളും കിട്ടും. നമ്മളെ വയറ് കഴിഞ്ഞു പോകും, സുഖമായിട്ട് നമ്മളെ വയറ് കഴിഞ്ഞു പോകും. അതിനകത്തൊക്കെ കയറി ഞെളിഞ്ഞിരുന്ന് ഒരു 5-6 കൊല്ലമൊക്കെ സുഖിച്ചങ്ങ് ഇരിക്കുക. 1.5 ലക്ഷം രൂപയൊക്കെ മാസം കിട്ടി ആനുകൂല്യം, ഇടയ്ക്കിടയ്ക്കൊന്ന് ഡൽഹിയിലോട്ടൊക്കെ ഒന്ന് പോയി വരാം, വിദേശയാത്രയൊക്കെ നടത്തി വരാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ആ ബോർഡ് അതൊക്കെ ചോദിച്ച് മേടിക്കാനാണ് ഞാൻ അക്കോമഡേഷൻ എന്ന് പറഞ്ഞത് എന്ന് അഖിൽ മാരാർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഹാഷ്മി വിളിച്ചു വരുത്തി അഖിൽ മാരാറിൻ്റെ, സത്യം പറഞ്ഞാൽ അഖിൽ മാരാർ ഇപ്പം നിൽക്കുന്ന പൊസിഷനിൽ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. കാരണം നമ്മുടെ നാട്ടിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരോ BJP രാഷ്ട്രീയം പറയുന്ന ആൾക്കാരോ അവർക്ക് സർവൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സംഘപരിവാർ രാഷ്ട്രീയം പറയുന്ന ആൾക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കാനും കടിച്ചു കീറാനും ഇവിടെ ഒരു വലിയ ടീം നിൽപ്പുണ്ട്. വലിയ ടീം എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം ഭൂരിഭാഗം അങ്ങനെയാണ് ഇവിടുത്തെ നെറേറ്റീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ്സുകാരും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നെറേറ്റീവിനിടയിൽ ഇവരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് BJP എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കന്മാരും ഈ ഫണ്ടടി വീരന്മാരായതുകൊണ്ട് തന്നെയും അവർക്ക് ഈ പാർട്ടിയെ ഉദ്ധരിക്കാൻ യാതൊരുവിധ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയും അവർക്കും ഇതുപോലെ ബോർഡും ഫണ്ടും അതും ഇതുമാണ് വേണ്ടത് എന്നുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയും വളരെ ബുദ്ധിമുട്ടാണ്. അതായത് BJP എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ഒരുത്തനെ നമ്മൾ വിമർശിച്ചാൽ നമുക്കെതിരെ കേസ് വരും, അവനെ വിമർശിച്ചു കഴിഞ്ഞു. എന്നാൽ അവൻ മോദിയുടെ തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവനൊരു കേസുമില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാകും. അതാണ് ഇവിടുത്തെ നിലവിലൊരു സാഹചര്യവും സിറ്റുവേഷനും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തുള്ളൊരു സാഹചര്യത്തിൽ ഈ BJPക്കാരനായി ഇരിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഡേഞ്ചറസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അഖിൽ മാരാറെപ്പോലുള്ള ഒരു വ്യക്തിക്ക്. അഖിൽ മാരാർ അതിനകത്ത് ചെന്നിട്ട് അഖിൽ മാരാർ ഞാൻ സ്വതന്ത്രനാണ്, അതായത് അഖിൽ മാരാർ ശ്രമിക്കുന്നത് ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, ശ്രീജിത്ത് പണിക്കരെയൊക്കെ പോലെ ആകാനുള്ള ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ പറയുന്നു ഞാൻ 80% BJPയുടെ വികസനങ്ങൾക്ക് അനുകൂലമാണ്, എന്നാൽ 20% BJP വർഗീയത പറയുകയാണ്, ആ വർഗീയതയ്ക്ക് ഞാൻ എതിരാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത അഖിൽ മാരാർ പറയുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സുഡാപ്പികളെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സുഡാപ്പികളെക്കുറിച്ച് ഈ നാട് ഇങ്ങനെയാണ് അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നത്. അത് തന്നെയാണ് BJPയും പറയുന്നത്. BJP പറയുന്ന ആ കാര്യമാണ് വർഗീയതയായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രചരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. BJP എന്താണോ സംഭവം പറയുന്നത് അതിവിടെ വർഗീയതയായിട്ട് പ്രചരിപ്പിക്കുന്നു. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അതായത് K. സുരേന്ദ്രൻ ഈ ഒരു ഉസ്താദ് ഒരു ബിരിയാണി ചെമ്പ് തുറന്ന് അതിനകത്ത് തുപ്പുന്നൊരു വിഷ്വലിട്ടു. അത് തുപ്പുന്നതല്ല ഊതുന്നതാണ് എന്നാണ് അവരുടെ വാദം. എന്തായിരുന്നാലും അങ്ങനത്തെ ഒരു വിഷ്വലാണ് ഇട്ടത്. ആ വിഷ്വൽ ഇവിടെയുള്ള പല ആൾക്കാരെയും പ്രകോപിപ്പിച്ചു, അതിഭീകരമായിട്ട് പ്രകോപിപ്പിച്ചു. BJP വർഗീയതയാണ് പറയുന്നത് എന്ന് ഇവർ പറയുന്നു. പക്ഷേ അവിടുത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആചാരമാണ് എന്ന് പറയുന്നു. ആ ആചാരം ആണ് എന്ന് പറയുന്ന അതിനെ അനുകൂലിക്കുന്ന ഇവിടെയുള്ള ദിമാങ്കി നക്സൽസ് ഉണ്ടല്ലോ, ഈ ദിമാങ്കി നക്സൽസ് ഇതൊരു ഹിന്ദുവാണ് ചെയ്തിരുന്നെങ്കിൽ, ഒരു ഹിന്ദു ആചാരത്തിലാണ് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുക്കളെ മുഴുവൻ പ്രതിസ്ഥാനത്ത് നിർത്തി നാണം കെടുത്തുമായിരുന്നു. അപ്പോൾ അത് ചോദിക്കും. അപ്പം നമ്മൾ അതാണ് ചോദ്യം ചെയ്യുന്നത്, ഇതെന്തെന്നാണിത് എന്ന് ചോദിക്കുമ്പോഴാണ് വർഗീയതയായി മാറുന്നത്. അല്ലാതെ അവരുടെ ആചാരത്തോട് ഇവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ആചാരം അവരെന്തോ ചെയ്തു കൊള്ളട്ടെ, ഇത് ഇവരുടെ ആചാരം ഇവരെന്തോ ചെയ്തു കൊള്ളട്ടെ. അതായത് അപ്പുറത്തെ സമുദായത്തിൽ നടക്കുന്ന ചേലാകർമ്മം, എത്ര സുന്ദരമായിട്ടുള്ള ആചാരം. എന്നാൽ ഇപ്പുറത്ത് ആരെങ്കിലും ചൂരൽ കുത്തി കഴിഞ്ഞാൽ, അതായത് ഈ ഓട്ടത്തിന് പിള്ളേരെ ഇറക്കുന്നൊരു സംഭവം ഉണ്ട്, ചൂരൽ കുത്തുക, പിന്നെ ഈ കാവടി എടുക്കുമ്പോൾ വേല് കുത്തുക, ഇങ്ങനെയുള്ളൊരു സാധനമൊക്കെ വരുമ്പോൾ അതൊക്കെ ദുരാചാരങ്ങളാണ്. മറ്റേ അമ്പലത്തിൻ്റെ കൊടിമരത്തിൽ കെട്ടിത്തൂക്കുന്ന കൊടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ കൊടി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ രൂപമാണ്. ആ മനുഷ്യൻ്റെ രൂപം, അതായത് അവിടെ കെട്ടിത്തൂക്കുന്ന ഒരു ദളിതനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ, എന്നിട്ട് ഈ വീഡിയോ ഇറക്കുന്ന ആൾക്കാർ അപ്പുറത്ത് ഇതേ ആചാരം ഉണ്ടെങ്കിൽ അത് നോക്കി, അതായത് വായിൽ ശൂലം കുത്തുന്നവനെ കുറ്റം പറയുകയും അപ്പുറത്ത് നിന്ന് ചേലാകർമ്മം ചെയ്യുന്നവനെ പുകഴ്ത്തിപ്പാടുകയും ചെയ്യുന്നത് ഒരാൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ചോദിക്കും, നിഷ്കളങ്കനാണെങ്കിൽ ചോദിക്കും, എടാ ഇങ്ങനെ എന്താ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ വർഗീയവാദിയാണ്,
എന്ന് പറയുന്നത് ഏത് മറ്റേടത്തെ മതേതരത്വം എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. അതാണ് BJP പറയുന്നത്. അപ്പോൾ അഖിൽ മാരാർ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. അതായത് BJP അത് വർഗീയതയാണ്, ഞാൻ ഉറച്ചു നിൽക്കുന്നില്ല. ഇതേ അഖിൽ മാരാർ അയോധ്യയിൽ ഞാൻ പോവില്ല. എന്തുകൊണ്ട് പോവില്ല? അയോധ്യയിൽ ഞാൻ പോകാത്തത് അത് കോൺഗ്രസിൽ നിന്നപ്പോൾ പറഞ്ഞ നിലപാടാണ്. പോകാത്തത് അയോധ്യയിലെ ബാബറി മസ്ജിദ് പൊളിച്ചവിടെ രാമക്ഷേത്രം പണിത ആ രാമക്ഷേത്രത്തിൽ എൻ്റെ സഹോദരങ്ങൾ, ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനിക്കും എന്ന് പറഞ്ഞ അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം പറയുന്നത് അല്ല, അയോധ്യയിൽ ഞാൻ പോകാത്തതിൽ വേറൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ രാമനെ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ടാണ് ഞാൻ അയോധ്യയിൽ പോകാത്തത് എന്നൊരു നിലപാട് കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ സവർക്കറുടെ പ്രശ്നം വന്നപ്പോൾ ഞാൻ അഖിൽ മാരാർ ഇത് കാണില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും കാണുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ സ്വതന്ത്രനായി നിന്നാലും, നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായി നിന്നാലും, നിങ്ങൾ എന്തായി നിന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ചരിത്രബോധം വേണം. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്യാവശ്യം സവർക്കറുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ചരിത്രബോധം വേണം. ഇല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് സവർക്കർ മാപ്പ് എഴുതി, 9 മാപ്പാണ് സവർക്കർ എഴുതിയത്, ഞാനാണെങ്കിൽ 500 മാപ്പ് എഴുതുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ജനങ്ങളും ഇവിടെയുള്ള മീഡിയകളും നിങ്ങളെ വലിച്ചു കീറിയെടുത്ത് നിങ്ങൾക്ക് നാളെ ഒരു ഉദ്ഘാടനം പോലും കിട്ടാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ വരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഞാനാണെങ്കിൽ 500 മാപ്പ് എഴുതുമായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഹാഷ്മി പറയുന്നുണ്ട്, അയ്യേ ഇങ്ങനെ തരം താഴല്ലേ മിസ്റ്റർ മാരാർ എന്ന് പറയുമ്പോൾ ഞാൻ താഴും, എനിക്ക് ഇനിയും താഴണം എന്ന് പറയുന്നൊരു രീതിയിലേക്കാണ് അഖിൽ മാരാർ അദ്ദേഹത്തിൻ്റെ ഈ ജനകീയ കോടതി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. പുള്ളിക്ക് ആകപ്പാടെ കുറേ അറ്റവും മൂലയൊക്കെ അറിയാം, ചരിത്രത്തിൻ്റെയും കുറേ അറ്റവും മൂലയൊക്കെ അറിയാം. ആ അറ്റവും മൂലം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് വാദിക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ച് ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെ വാദിക്കാൻ നമുക്ക് പറ്റില്ല. തേങ്ങാ കച്ചവടവും മാങ്ങാ കച്ചവടമൊക്കെ നാരങ്ങാ കച്ചവടമൊക്കെ നമുക്ക് അങ്ങനെ വാദിക്കാൻ പറ്റും. അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം അതിന് ബേസിക് മാത്തമാറ്റിക്സ് മതി. പക്ഷേ ഇത് ചരിത്രമാണ്, അതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ളൊരു ബോധമില്ലെങ്കിൽ നമ്മൾ പറയുന്നത് അപ്പുറത്തെ ആളിലേക്ക് എത്തിക്കുമ്പോൾ അവർ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ എക്സാമ്പിൾ വെച്ച് കുണയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവ അടിച്ച് അണ്ണാക്കി തരും. മനസ്സിലായില്ലേ? സവർക്കറെ എന്തുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അതിന് ഉത്തരം കൊടുക്കണം. എന്തുകൊണ്ടാണ് സവർക്കറെ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കുമ്പോൾ സവർക്കർ ഒരു ഡേഞ്ചറസ് പേഴ്സൺ ആയിട്ടാണ് ബ്രിട്ടൻ തന്നെ സവർക്കറെ മുദ്ര കുത്തിയിരുന്നത് എന്ന് കൃത്യമായിട്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് ഈ സവർക്കർ മാപ്പപേക്ഷ കൊടുത്തപ്പോൾ ഈ മാപ്പപേക്ഷയിലൊന്നും സവർക്കറുടെ സ്വഭാവത്തിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല എന്ന് ബ്രിട്ടൻ്റെ ആ സമയത്തുള്ള ബ്രിട്ടീഷ് ഹോം മെമ്പറായിട്ടുള്ള സർ റെജിനാൾഡ് ക്രഡോക്ക് അയാൾ സവർക്കറെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സവർക്കറിൽ കുറ്റബോധത്തിൻ്റെ യാതൊരു അംശവും ഞാൻ കാണുന്നില്ല. പോരാത്തതിന് അയാൾ സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിച്ച് ഇങ്ങനെ എഴുതിയതാണ്. അതായത് ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വലിയ അപകടകാരികളിലായിട്ടുള്ള ഒരു മനുഷ്യനാണ് സവർക്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് എ ലീഡർ ഈസ് ഹി ദാറ്റ് ദ യൂറോപ്യൻ സെക്ഷൻ ഓഫ് ദ ഇന്ത്യൻ അനാർക്കിസ്റ്റ് വുഡ് പ്ലോട്ട് ഫോർ ഹിസ് എസ്കേപ്പ് വിച്ച് വുഡ് ബിഫോർ ലോങ് ബി ഓർഗനൈസ്ഡ് ഇഫ് ഹി വെയർ അലൗഡ് ഔട്ട്സൈഡ് ദ സെല്ലുലാർ ജയിൽ ഇൻ ആൻഡമാൻസ് ഹിസ് എസ്കേപ്പ് വുഡ് ബി സർട്ടൻ ഹിസ് ഫ്രണ്ട്സ് കുഡ് ഈസിലി ക്യാരക്ടർ എ സ്റ്റീമർ ടു ലൈ ഓഫ് വൺ ഓഫ് ദ ഐലൻഡ്സ് ആൻഡ് എ ലിറ്റിൽ മണി distributed locally would do the rest. It is absolutely impossible to grant him any form of liberty എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എന്ന് അയാൾ റെജിനോട് ക്രഡോക്ക് എഴുതിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടുള്ള രേഖകൾ വെച്ച് മുന്നിലേക്ക് കൊടുത്തയക്കണം എന്നുള്ളതാണ്. സവർക്കറെ പുകഴ്ത്തിയവരിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് പറയുമ്പോൾ കൃത്യമായിട്ട് ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേര് പറയണം. സവർക്കറെ ആദരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരുപാട് പേരുണ്ട്. മിറാജ്കറുണ്ട്, EMS നമ്പൂതിരി, കൃത്യമായിട്ട് കോട്ട് ചെയ്യണം. അതൊക്കെ കൃത്യമായിട്ട് കോട്ട് ചെയ്ത് പറയണം. ഇന്ദിരാഗാന്ധി സവർക്കർക്ക് അനുകൂലമായിരുന്നു. എന്തിനു പറയുന്നു? മഹാത്മാഗാന്ധി പോലും സവർക്കറെ പുറത്തിറക്കണമെന്ന് സവർക്കറുടെ ആൾക്കാർ എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി പോലും പറയുന്നത് ഒരു ലെറ്റർ എഴുതി കൊടുക്കൂ ബ്രിട്ടന്, അപ്പോൾ അത് അവർ പരിഗണിക്കും എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടും ഒരു ലെറ്റർ എഴുതുന്നുണ്ട് സവർക്കറുടെ ആൾക്കാരും സവർക്കറും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് എടുത്ത് പറയാനായിട്ട് സാധിക്കണം. അല്ലാതെ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഇനി എഴുതും, ഞാൻ തരം താഴും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അണ്ണാക്കി അടിച്ച് തരും എന്ന് മാത്രമേ എനിക്ക് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ജിൻഡോ ജോണാണ് വന്നത്. ജിൻഡോ ജോൺ വന്നു കഴിഞ്ഞ ശേഷം അഖിൽ മാരാറോട് ആദ്യം ചോദിക്കുന്നത് നമസ്കാരം അഖിലേ. അപ്പോൾ അഖിൽ മാരാർ നമസ്കാരം എന്ന് പറയുന്നു. അപ്പോൾ ജിൻഡോ ജോൺ പറയുന്നത് ഇപ്പോൾ ഏതാ പാർട്ടി? സ്വതന്ത്രൻ എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. സ്വതന്ത്രനാണ്. ഈ നിലപാട് മാറ്റത്തെക്കുറിച്ച് അഖിൽ മാരാറോട് ചോദിക്കുമ്പോൾ അഖിൽ മാരാർ പറയുന്ന വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ഇന്ന് എനിക്കൊരു നാരങ്ങ വെള്ളം വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ നല്ലതെന്ന് പറയും, എന്നാൽ നാളെ അവൻ എന്നെ കൊണ്ടുപോയി കൂമ്പിനിടിച്ചാൽ ഞാൻ മോശമെന്ന് പറയില്ല. അപ്പം ജിൻഡോ അതിൽ കയറി പിടിച്ചു. എടാ, ഒരു നാരങ്ങ വെള്ളത്തിൽ മാറി മറിയുന്ന രാഷ്ട്രീയമാണോടാ നിൻ്റെ രാഷ്ട്രീയം എന്നുള്ള രീതിയിലായിരുന്നു ജിൻഡോ ജോണിൻ്റെ ചോദ്യം. ഒരു നാരങ്ങ വെള്ളം. അപ്പോൾ അഖിൽ മാരാർ ജിൻഡോ ജോണിനെ കുറച്ച് കഴിഞ്ഞ് പറയുന്നു, ജിൻഡോയ്ക്ക് സീറ്റ് കിട്ടാത്തതിലേക്ക് എനിക്ക് വളരെ വിഷമമുണ്ട് കേട്ടോ. ഉടനെ ജിൻഡോ ജോൺ പറയുന്നു, ആ നാരങ്ങ വെള്ളത്തിൽ ഞാൻ വീഴില്ല അഖിലേ, എൻ്റെ നിലപാട് മാറില്ല
കിട്ടിയില്ല എന്ന് പറയുന്ന മറ്റൊരു സാഹചര്യം ഉണ്ടാവില്ല. ഹാഷ്മി താജ് ഇബ്രാഹിം, ഞാൻ ഒരു കാര്യം പറയട്ടെ, തുടക്കവും ഒടുക്കവും ഹാഷ്മി താജ് ഇബ്രാഹിം അഖിൽ മാരാറിനെ നിലം തൊടിയിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഹാഷ്മി സംസാരിക്കാൻ അനുവദിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. സംസാരിക്കാൻ അനുവദിച്ചിട്ടല്ല എന്നുള്ളത് മാത്രമല്ല, അഖിൽ മാരാർ ഈ BJP പോയപ്പോൾ ഫണ്ട് കിട്ടിയില്ല എന്ന് പറയുന്ന ആരോപണം, അഖിൽ മാരാറുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വന്നു എന്ന് പറയുന്ന സംഭവം, അഖിൽ മാരാർ BMW കാർ വിറ്റോ, ഞാൻ വിറ്റു, BMW കാർ ഞാൻ വിറ്റു, അതിന് നിങ്ങൾക്ക് BMW കാറില്ലല്ലോ, ഞാൻ BMW ബൈക്ക് വിറ്റെന്നേ എന്ന് പറയുന്നത്. എപ്പോൾ വിറ്റു? ആ വിറ്റത് ഇലക്ഷന് കുറേ കാലം മുമ്പാണ് വിറ്റത് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പോൾ മാറ്റി, എനിക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് മറ്റതുണ്ട്, എനിക്ക് മറിച്ചതുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് മെഴുകുന്നതല്ലാതെ വേറൊന്നും ബേസിക്കായിട്ട് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചില്ല. അവസാനം ജിൻഡോ ജോൺ ഒരു കൺക്ലൂഷനിലെത്തി. അതായത് BJP വന്നു, BJP ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, 40 കോടി രൂപ സാബു ജേക്കബിന് ഫണ്ട് കിട്ടി. ആ ഫണ്ടിൽ നിന്നൊന്നും കിട്ടാത്തത് കൊണ്ട് കെറുവിച്ചാണ് അഖിൽ മാരാർ ഇറങ്ങിപ്പോയത്. ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ലൈമാക്സിൽ ഇത് കൺക്ലൂഡ് ആവുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. അഖിൽ മാരാർ അവിടെ കിടന്ന് മെഴുകുന്ന ഒരു കാഴ്ചയാണ്. ടു ബി ഫ്രാങ്ക്, അങ്ങനെയാണ് അത് നമുക്ക് കാണാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ തന്തയ്ക്കൊക്കെ വിളിച്ചുകൊണ്ട് അഖിൽ മാരാർ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ മാന്യതയാണ് നിൻ്റെ ജനകീയ കോടതിയിൽ ഞാൻ വന്നിരുന്നത്, അടിച്ച് ചെപ്പാക്കുറ്റി പൊളിക്കേണ്ട കേസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും തേഞ്ഞു. ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അഖിൽ മാരാർക്ക് ഒരു 20 ഇൻ്റർവ്യൂ ആയിട്ടാണ് ഞാനിതിനെ വിലയിരുത്തുന്നത് നിലവിൽ. കാരണം അഖിൽ മാരാറുടെ ഇമേജിന് ഒരുപാട് കോട്ടം തട്ടിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ കപട മതേതരത്വമാണെങ്കിലും പറയുകയാണ്, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങൾക്കിടയിൽ അഖിൽ മാരാർക്ക് വലിയ രീതിയിലൊരു ഡാമേജ് വന്നില്ല. കാരണം അഖിൽ മാരാർ NDAയിൽ പോയി മത്സരിച്ചു, ഞാൻ BJPയിലല്ല പോയത്, ഞാൻ NDAയിലാണ് പോയത് എന്ന് പറയുന്ന ഇന്ന് എന്താണ് പ്രസക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. BJPയിലല്ല പോയത്, NDAയിൽ. ആദ്യം കൊട്ടാരക്കര ചോദിച്ചു, തന്നില്ല. അപ്പോൾ ഇറങ്ങി വരായിരുന്നില്ലേ? ഇല്ല, പറ്റില്ല. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ഇറങ്ങി വരും? ശരി, എനിക്ക് തൃപ്പൂണിത്തറ തന്നോ? അതും തന്നില്ല. പിന്നെ എന്താണ് തന്നത്? നീ തൃക്കാക്കര എനിക്ക് തന്നു. സാബു ജേക്കബ് വന്നിട്ട് കാല് പിടിച്ചു. അപ്പോൾ ഹാഷ്മി ഒരു ബൈറ്റ് കാണിക്കുന്നുണ്ട്, ഈ ബൈറ്റ് കാണിക്കും. ആ ബൈറ്റ് കാണുമ്പോൾ അഖിൽ മാരാർ പറയുന്നത്, തൃക്കാക്കര എന്ന് പറയുന്ന മണ്ഡലം ഞാൻ ചോദിച്ചു വാങ്ങിക്കുകയായിരുന്നു എന്ന് പറയാം. അവിടെയും തേഞ്ഞൊട്ടി. അപ്പോൾ പറഞ്ഞ അഖിൽ മാരാർ, പിന്നെ എടാ ഞാനൊരു മണ്ഡലത്തിൽ പോയി നിന്നും മത്സരിക്കുമ്പോൾ ഞാൻ എന്നെ തോപ്പിക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് മത്സരിക്കാൻ പറ്റും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഖിൽ മാരാർ അവിടെ കിടന്ന് വീണ്ടും ചെളി കിടന്ന് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൽ കൂടുതൽ അതിനകത്തൊന്നും പറയാനില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം തെളിവുകളാണ് ഇങ്ങനെ സംസാരിച്ചു. ഓരോ അഖിൽ മാരാർ ഓരോ കാര്യം പറയുമ്പോഴും ഹാഷ്മി ഓരോ വീഡിയോ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ കൊടുക്കുകയാണ് അഖിൽ മാരാർക്ക് മുമ്പിൽ എന്നുള്ളതാണ് കാര്യം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ചിരിച്ച് ചത്ത് അത് കണ്ടു, അത് മാത്രമേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്. എനിക്കിനി വയ്യ, കണ്ണൊക്കെ ഇങ്ങനെ ചിരിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞ് കണ്ണൊക്കെ ക്രാവി തുടങ്ങി. അതുകൊണ്ട് എനിക്കിനി വയ്യ, ഇനി ഒന്ന് ഉറങ്ങണം. അപ്പം ശരി.